ഹായ് കൂട്ടുകാരെ, ഞാൻ കിങ്ങിണി. നിങ്ങൾക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ? തെന്നാലി രാമനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ന് നമുക്ക് തെന്നാലി രാമന്റെ ഒരു കഥ കേൾക്കാം. സുഹൃത്തുക്കളെ, ഞാൻ തെന്നാലി രാമൻ. വിജയനഗരത്തിലെ മഹാരാജാവ് കൃഷ്ണദേവരായരുടെ പ്രിയപ്പെട്ട ബുദ്ധിശാലി. സത്യം പറയുന്നതിലും സത്യത്തിൽ നിന്നുള്ള വഴിയിൽ ബുദ്ധിയാൽ ജയിക്കുക എന്നതിലുമാണ് എനിക്കിഷ്ടം. എൻ്റെ കഥകൾ കേട്ടാൽ ചിരിക്കും, ആലോചിക്കും, പാടിയേ തീരൂ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങളുടെ കൊട്ടാരത്തിലെ വലിയൊരു പ്രശ്നമായ ഒരു കുതിരയുടെ മോഷണത്തെക്കുറിച്ചാണ്. വിജയനഗരത്തിലെ രാജാവ് ഒരു ദിവസം ദർബാറിലിരിക്കുമ്പോൾ ഒരാൾ ഭയത്തോടെയും ദുഃഖത്തോടെയും അവന് മുന്നിലെത്തി. മഹാരാജാവേ, എൻ്റെ വിലയേറിയ കുതിര കവർച്ച ചെയ്തിരിക്കുന്നു. എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന 3 നൗകരന്മാരെയാണ് എനിക്ക് സംശയം. പക്ഷേ ആരാണെന്ന് എനിക്കറിയില്ല. രാജാവ് തെന്നാലി രാമനെ വിളിച്ചു പറഞ്ഞു. തെന്നാലി, നീയാണ് ഇത് അന്വേഷിക്കേണ്ടത്. കുതിരയെ തിരിച്ചു കൊണ്ടുവരണം. ശരി മഹാരാജാവേ, എനിക്ക് ഒരു രാത്രി സമയം തരൂ. ഞാൻ സത്യം കണ്ടെത്തും. തെന്നാലി രാമന്റെ തന്ത്രം. തെന്നാലി രാമൻ 3 ഒരേപോലുള്ള തണ്ടുകൾ എടുത്ത് ആ 3 നൗകരന്മാരെ വിളിച്ചു പറഞ്ഞു. ഈ തണ്ടുകൾ മായാജാല തണ്ടുകളാണ്. ആരാണ് കള്ളൻ എന്നത് എനിക്കറിയാൻ ഇത് മാത്രം മതി. ഇന്നലെ രാത്രിയിൽ കുതിര മോഷ്ടിച്ചവന്റെ തണ്ട് 2 ഇഞ്ച് വളരും. ഇത് നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ച് നാളെ തിരിച്ചു കൊണ്ടുവരണം. അടുത്ത ദിവസം രാജധാനി 3 പേരും തണ്ടുകളുമായി തിരിച്ചു വന്നു. തെന്നാലി രാമൻ അളക്കുന്നു. അവന്റെ കണ്ണുകൾ പ്രകാശിക്കുന്നു. ഇവരാണ് കള്ളൻ. എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. കള്ളൻ ഭയത്തോടെ തണ്ട് വളരും എന്ന് കരുതി അതിൽ 2 ഇഞ്ച് വെട്ടിക്കളഞ്ഞിരിക്കും. അതുകൊണ്ട് അവനെ കണ്ടെത്താനായി. സത്യം തെളിഞ്ഞതോടെ രാജാവ്, വ്യാപാരി എല്ലാവരും സന്തോഷിച്ചു. കുതിരയെ തിരിച്ചു കിട്ടി. കള്ളൻ പിടിക്കപ്പെട്ടു. തെന്നാലി രാമന്റെ ബുദ്ധി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? സത്യത്തിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ സാധിക്കുകയില്ല. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്.